ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ജാസ്മിൻ ഗബ്രി കോംബോ ആക്ച്വലി അവരത് റിയലായിട്ട് അവർ ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അഭിഷേക് ശ്രീകുമാരി ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ലവ് ട്രയാങ്കിൾ പോലെ പുറത്തുനിന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്നാ പറഞ്ഞത്. ജാൻമുനിക്ക് ഗബ്രീനോട് പ്രണയം. ഇപ്പൊ ഞാൻ അതിൽ ഖേദിക്കുന്നു. ലൈക്ക് അമ്മ ഒരു ദിവസം ഫുൾ കരഞ്ഞു കിടന്നു എന്നാണ് ചേച്ചി ഇപ്പൊ പറയുന്നത്. ഞാനിത് അറിഞ്ഞിട്ടില്ല. അമ്മ എന്നോട് അതിന് മുന്നേ എനിക്ക് അയച്ച മെസ്സേജ് ആണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത്. അപ്പൊ തന്നെ എനിക്ക് മെന്റലി കുറച്ച് ഫീലിംഗ് ആയി. അത് അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയി. കാരണം എൻ്റെ ഒരു കമ്മിങ് ഔട്ടിന്റെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആ ഷോന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. എനിക്ക് ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള അഭിഷേകിന്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ ഫുൾ അഭിഷേകിന്റെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും അമ്മേനെയൊക്കെ കാണുമെന്ന് എന്തിനാണ് നമ്മൾ വന്നേക്കുന്നത് അറിയില്ല. നമുക്ക് നോക്കാം. ഹായ് അഭിഷേക്. ഹലോ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് തന്നെ എൻ്റെ ഫാദറിൻ്റെ വീട്ടിലാണ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ബിഗ് ബോസ് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ അത് എപ്പിസോഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ബൈറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ബൈറ്റ്സ് കാണാറുണ്ട്. പിന്നെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഗബ്രി എലിമിനേറ്റ് ആവുന്ന ഒരു എപ്പിസോഡ് മാത്രമാണ് ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കി ചെറിയ ബൈറ്റ്സ് മാത്രം. ബിഗ് ബോസിൽ ഇപ്പം ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ അങ്ങനെ മീൻസ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കൂടുതൽ കണക്ട് ആയ രണ്ട് പേരൊന്ന് അൻസിബ, പിന്നെ ജിൻഡോ ചേട്ടനായിട്ട് കണക്ട് ആയിരുന്നു. പിന്നെ ജാസ്മിനായിട്ട് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ കുറച്ചും കൂടിയും നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് അൻസിബേനെ തോന്നി. അപ്പോൾ അൻസിബ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ ആസ് എ ഗെയിമർ കുറച്ചും കൂടി ആൾ വീക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. അൻസിബയുടെ ആള് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. പെട്ടെന്ന് ദേഷ്യം വരും. മേ ബി എൻ്റെ ഒരു ക്യാരക്ടറിന് കൂടുതൽ എനിക്ക് കണക്റ്റ് ആയിട്ട് അൻസിബേനെ ഫീൽ ചെയ്തു. ഇപ്പോൾ അന്ന് തന്നെ കുറേ കുക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളായിരുന്നു ഫുൾ ഡേ നിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോഴായാലും ആളിപ്പോൾ വലിയൊരു ആക്ട്രസ് ആണ്. അതൊക്കെ മാറ്റി വെച്ചിട്ടായാലും ആൾ നല്ലൊരു ബിഹേവിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കും എന്തെങ്കിലും പറ്റിയാലും ആൾ നല്ല ഒപ്പരുന്ന് സംസാരിച്ച് നല്ലൊരു കെയറിങ് ആണ്. നല്ലൊരു പേഴ്സൺ ആയിട്ട് കൂടെ ഉണ്ടാവും. അതെ. മീൻസ് എനിക്കിത് റിയലൈസ് ചെയ്തത് ചെറുപ്പം മുതലേ നമുക്കറിയാലോ. ലൈക്ക് ഇത് ബൈ ബർത്ത് ആണല്ലോ. അപ്പോൾ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കം ഔട്ട് ചെയ്യാൻ കുറേ വെയിറ്റ് ചെയ്തു. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിലായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന കമൻസ് ആയാലും ഭയങ്കര ഇഷ്യൂസ് അല്ലേ നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ ആക്ച്വലി കം ഔട്ട് ചെയ്യുന്നത് എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫ് കഴിഞ്ഞ് ഞാൻ പൂനെയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു വർക്കിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ വെച്ചാണ് ഞാൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ അവിടെയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ടാണ് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്തത്. അതിന് ഫാമിലിയിൽ ഞാൻ ആക്ച്വലി ബിഗ് ബോസിന് വരുന്നതിനൊരു 2 വീക്സ് മുന്നെയാണ് അമ്മയോട് പോലും ഞാനിത് ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഇനി ഷോയിൽ വരികയാണ്, എല്ലാവരും അറിയും, അങ്ങനെയാണ്. പിന്നെ അച്ഛൻ അറിയുന്നത് ഷോൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് പ്രീമിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ അറിയുന്നത് വരെ. അച്ഛനറിയാം. ഞാൻ ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനറിയില്ല, ഞാനിതിൽ വരുന്നത് പോലും അച്ഛനറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ വരുന്നതും അറിയില്ല, ഇതിൽ ഇങ്ങനെ എൻ്റെ സെക്ഷുവാലിറ്റീനെ കുറിച്ചും അച്ഛനറിയില്ല. അച്ഛൻ അന്നാണ് കാണുന്നത്. അതിൽ ആദ്യമായിട്ട് സ്ക്രീനിലൂടെയാണ് അറിയുന്നത് ഇതിൽ വരുന്നുണ്ടെന്ന് പറയുന്നത് എല്ലാം. ആക്ച്വലി ഓപ്പൺ അപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസിന് പോണേന് അമ്മോട് മാത്രം ഞാൻ പറഞ്ഞത്. അതും ഞാൻ ലൈക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട്. സോ പ്രഡിക്ഷനിൽ വന്നു, പ്രഡിക്ഷൻ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു, മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ ആ ഒരു ഇത് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവരത് ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് അതിന് മുന്നേ എനിക്ക് അയച്ച മെസ്സേജാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടായിരിക്കും, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, എന്താണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഞാൻ പറഞ്ഞുള്ളൂ. ഭയങ്കര എന്താ പറയുക, അധികം തുറന്ന് പറയാത്ത രീതിയിൽ. കാരണം എനിക്കായാലും ഒരു നമുക്ക് ഉണ്ടാവില്ല, ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ഒരു ദിവസം ഫുൾ കരഞ്ഞു കിടന്നു എന്നാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത്. ഞാനിത് അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ വിഷമിച്ച് കിടന്നപ്പോൾ ചേച്ചിയാണ് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഭയങ്കര നോർമലാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലാണല്ലോ സൊസൈറ്റി ആയാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് അമ്മയുടെ മൈൻഡിലുള്ള കാരണം അമ്മ പിന്നെ ഓക്കെ. പക്ഷേ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. പിന്നെ നമ്മൾ ഷോപ്പിംഗ്, ബിഗ് ബോസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് പോയത്.
അത് കഴിഞ്ഞപ്പോൾ ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്കൊരു ലെറ്റർ വന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിലാണ് അമ്മ എക്സ്പ്രസ് ചെയ്യുന്നത്, അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നത് അതിലൂടെ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര. അതാണ് ഞാൻ അപ്പോൾ ഭയങ്കര ഇമോഷണലായത്. കാരണം എൻ്റെ ഒരു കമ്മിങ് ഔട്ടിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആ ഷോൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. പിന്നെ അച്ഛൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോ കഴിഞ്ഞ് പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അച്ഛനൊരു മെസ്സേജ് അയച്ചത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അത് അച്ഛനൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവാം. കാരണം അച്ഛനിതൊക്കെ ഇത്ര പെട്ടെന്ന് റിയലൈസ് ചെയ്തു. അപ്പോൾ ഇപ്പോഴാണ് അച്ഛനും അത് അറിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്തത്. ഇപ്പോൾ ആക്ച്വലി ബിഗ് ബോസിൽ ചെന്നിട്ട് ലൈക്ക് എനിക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. മേ ബി ഞാൻ 3 വീക്സ് അവിടെ ഉണ്ടായിട്ടുള്ളെങ്കിലും എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഈ ഒരു ഷോ കാരണം ഉണ്ടായി. ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും പിന്നെ പുറത്തുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവരും ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്ത് കുറച്ച് പേരെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇതിലൂടെ കഴിഞ്ഞെന്ന് വിചാരിക്കും. ഇപ്പോൾ നാദിറ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ നാദിറ വന്നപ്പോൾ നാദിറയുടെ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്തു. അഭിഷേക് വന്നപ്പോൾ അഭിഷേകിന്റെ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, ബിഗ് ബോസിൽ പോയാൽ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒരു എന്തുകൊണ്ടാണ്? മേ ബി ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ, അത് ഇത്ര കോടി ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുമ്പോൾ തന്നെ മേ ബി അങ്ങനെ ഒരു ഷോയിൽ കുറേ ആൾക്കാർ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ പാരൻസിനായാലും പാരൻസിൻ്റെ ഒരു ഡിസിഷൻ ആയിരിക്കില്ല, അവർ പലരും വിളിച്ച് പറയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മക്കൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിറ്റീനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് മേ ബി അവർക്ക് ഇതിൽ കിട്ടുന്നുണ്ടായിരിക്കും പല ആളുകളും പറഞ്ഞിട്ട്. അപ്പോൾ മേ ബി നാദിറയുടെ കേസിൽ അതായിരിക്കും. എൻ്റെ കേസിൽ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയുന്നത് ഇതിന് വന്ന ശേഷം, കാരണം ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യുന്നതേ ഷോയിലൂടെയാണ്. അപ്പം അത് അത് മുന്നേ അവർക്ക് ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്. ഫ്രണ്ട്സ് എൻ്റെ കോളേജിൽ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് മാത്രം ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് മുന്നേ അറിയാം. അപ്പോൾ അവർ ഭയങ്കര കൂളായിരുന്നു ഇതിനെക്കുറിച്ച്, അവർ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ മാത്രം. അവരോട് പക്ഷേ ഞാൻ പറഞ്ഞു വീട്ടിലൊരിക്കലും ഇപ്പം പറയണ്ട, അറ്റ് ദ റൈറ്റ് ടൈം, ബിക്കോസ് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അറിയിക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു പറയാമെന്ന് വിചാരിച്ചേ. ജാസ്മിൻ ഗബ്രി കോംബോ ആക്ച്വലി അവരത് റിയലായിട്ട് അവർ ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ കുറച്ചൊക്കെ ക്യാമറയ്ക്ക് വേണ്ടി അവർ മേ ബി കുറച്ച് അതിലൊരു ആഡഡ് ഒരു ഇൻപുട്ട് ഇട്ടതായിരിക്കാം എന്നാണ് തോന്നുന്നത്. കാരണം കോണ്ടന്റ് ഒബ്വിയസ്ലി, കാരണം ഒരു ഷോ എന്ന് പറയുമ്പം അതിൽ കുറച്ച് കോണ്ടന്റ് ആയാലല്ലേ ഇപ്പം അത് പോവുള്ളൂ, മുന്നോട്ട് പോവുള്ളൂ. അപ്പം നെഗറ്റീവ് ആണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് അവർ അത് തന്നെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോയി. നെഗറ്റീവ് പബ്ലിസിറ്റി, ഒരു പബ്ലിസിറ്റി ഇല്ലാത്തതിനെക്കാട്ടും നല്ലതല്ലേ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്ര ഡേയ്സും അവർ പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു മെയിൻ ചർച്ചാ വിഷയം ബിഗ് ബോസിൽ എന്തായാലും ജാസ്മിൻ ഗബ്രി തന്നെയായിരുന്നു. അപ്പോൾ അതിലവർ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അത് എന്തായാലും ആസ് എ റിലേഷൻഷിപ്പ് അതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു കുറച്ചായിരുന്നു. പക്ഷേ അവരുടെ ഒരു ബോണ്ട് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. അത് പുറത്തുനിന്ന് കൺഫ്യൂസ്ഡ് ആണെന്ന് അവർ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ അടുത്ത് ഞങ്ങൾ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഫുൾ ഇരുന്ന് സംസാരിക്കുന്നത് ഉണ്ട്. ആ സമയത്ത് അവർ ഭയങ്കര ക്ലിയർ ആണ്, അവരെന്താണ് അവർക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് ക്ലിയർ ആയി പറയുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ കാണിച്ച പല ക്ലിപ്പിംഗ്സിലും അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് അഭിനയിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഒരു ലവ് ആണ്, പക്ഷെ നമ്മൾക്ക് 2 മതങ്ങളായതുകൊണ്ട് ഒപ്പം പറ്റാത്തൊരു രീതി, അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളത് പുറത്തേക്ക് വിടുന്നു. പിന്നെ പുറത്തൊരു എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയുന്നു. അപ്പം എല്ലാം ജനങ്ങളെ മേ ബി കൺഫ്യൂസ് ചെയ്ത് അതൊരു കണ്ടന്റ് ആക്കാനായിരിക്കാം മേ ബി എന്ന് തോന്നിയിട്ടുണ്ട്. ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 ഉണ്ട്. ആയിരിക്കാം. ആക്ച്വലി ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് അഭിഷേക് ശ്രീകുമാറാണ് ഇത് പറഞ്ഞത്. ജാൻമുനിയുടെ അടുത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് ഷോയിൽ വരുന്നതിന് മുന്നേ തന്നെ ഗബ്രിയും ജാസ്മിനും പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള രീതിയിലാണ് അഭിഷേക് ശ്രീകുമാർ എന്നോട് പറഞ്ഞത്. ഇത് ജാൻമുനിയാണ് അഭിഷേകിനോട് പറഞ്ഞത്. അതിലൊരു 3rd ആളായിട്ട് ജാൻമുനിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമോ എന്ന് ജാൻമുനിയോട് ഗബ്രി ചോദിച്ചിരുന്നു എന്നാണ് അഭിഷേക് എന്നോട് പറഞ്ഞത്. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഗബ്രി ജാസ്മിൻ ഒരു കോംബോ, അതിലൊരു 3rd ഒരു ട്രയാങ്കിൾ പോലെ ജാൻമുനിനെയും കൂടി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ ഇഷ്ടമാവുന്നു, പക്ഷെ തിരിച്ചൊരു ഇഷ്ടമല്ല, അപ്പോൾ അതൊരു സിമ്പതി അവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു പോലെ അങ്ങനെ പ്ലാൻ ചെയ്തു എന്നാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത്. അപ്പം ഇത് ജാൻമുനി എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. മേ ബി ലവ് ട്രയാങ്കിൾ പോലെ പുറത്തുനിന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം 2 പേര് തമ്മിൽ പ്രണയം, ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും പ്രണയം, അതിൽ ജാൻമുനിക്ക് ഗബ്രീനോട് പ്രണയം.
അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സിമ്പതി വരുമല്ലോ, എസ്പെഷ്യലി അവരൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സ്ത്രീ ആകുമ്പോൾ ആ ഒരു, അപ്പോൾ അത് കുറേ നാൾ ആ ഒരു ഇത് പോവും എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പക്ഷേ ജാൻമണി അത് സമ്മതിച്ചില്ല, നിരസിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനത്തെ അതൊന്നും പറ്റില്ല, ബിക്കോസ് ജാൻമണി ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അവർക്ക് ഇങ്ങനത്തെ നാടകങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അറിയില്ല, ഫസ്റ്റ് ക്ലാസ് അല്ലല്ലോ, ബിസിനസ് ക്ലാസ്. അതറിയില്ല. പക്ഷെ അവരത് ഇതൊക്കെ എൻ്റെ അടുത്ത് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു. ഇനി ആള് പുറത്തു വരുമ്പോൾ പറയട്ടെ എന്താണ് ആൾക്ക് അറിഞ്ഞ സത്യമെന്ന്. ഒരിക്കലും അല്ല. ഇപ്പൊ ഞാൻ അതിൽ ഖേദിക്കുന്നു. ലൈക്ക് ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് ആ വീട്ടിലോട്ട് പോയ ഒരാളാണ്. കാരണം വൈൽഡ് കാർഡിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു, അപ്പോഴേക്കും എന്നോട് വരാൻ പറയുവാണ്. ഓഡീഷൻ കഴിഞ്ഞിട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, സെലക്റ്റഡ് ആയി പറയുന്നത് ഒരു 2 days മുന്നേ ആണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ പൂനെന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വീടൊക്കെ ഇതൊക്കെ ചെയ്ത് വരണം. അപ്പോൾ ആ സമയത്ത് സ്ട്രാറ്റജി അല്ല, എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും എടുക്കാമെന്ന് മാത്രമേ പ്ലാൻ ചെയ്തുള്ളൂ. പക്ഷേ അതിനകത്ത് എല്ലാവരും നല്ല വ്യക്തമായ പ്ലാനിലാണ് വന്നത്. അപ്പോൾ ഞാൻ മാത്രം അതുകൊണ്ടായിരിക്കും ഇപ്പം അത് റിഗ്രറ്റ്. പക്ഷേ എന്ത് സ്ട്രാറ്റജി ചെയ്താലും നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മുടെ റിയൽ ക്യാരക്ടർ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ആക്ട് ചെയ്ത് നമുക്കൊരു 10 ദിവസം നിൽക്കാൻ പറ്റും, അപ്പോഴേക്കും നമ്മുടെ റിയൽ വരും. അപ്പം ഞാൻ എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഇഷ്ടമാണെങ്കിൽ നിൽക്കട്ടെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും എൻക്ലോസ്ഡ് ആയിട്ട് ഒരു ഹൗസ് ആണല്ലോ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. ഒന്നിനോട് ഒരു ആക്സസ് ഇല്ല, അവിടെയുള്ള ആൾക്കാർ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്ന 100 ദിവസമാണ് അവിടുത്തെ. അപ്പൊ അത് കുറച്ച് നാൾ അവിടെ നിന്നപ്പോൾ എന്തെങ്കിലും ട്രോമാസ് കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും, എന്താണ് അതിൽ നിന്ന് നേടിയത്? ട്രോമാസ് ആക്ച്വലി എനിക്കൊരു 1 week ആയപ്പോഴേക്കും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഇപ്പം അഭിഷേക് ശ്രീകുമാറായിട്ട് ഒരു ഫൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പം ഞാനെന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫ്രം കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഡിസ്ക്രിമിനേഷനൊന്നും അങ്ങനെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പം അതിനകത്ത് ചെല്ലുമ്പോഴാണ് ഫസ്റ്റ് തന്നെ ഇപ്പം K4 എന്താണെന്ന് പറഞ്ഞിട്ട് ആൾ ചോദിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് മെൻ്റലി കുറച്ച് ഫീലിംഗ് ആയി അത്. കാരണം ഒരു ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നമ്മളോട് ഇങ്ങനത്തെ ഒരു വേർഡ് ചോദിക്കുന്നത്. അത് എതിർത്ത് പറയാൻ അവിടെ ആരും ഇപ്പം എൻ്റെ ഒരു മെൻ്റലി സപ്പോർട്ടായിട്ട് ആരും നിന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടായാലും ഒരു 3rd day മുതൽ ജാൻമുനിയും അഭിഷേക് ശ്രീകുമാറും ഭയങ്കര ഫ്രണ്ട്സ്. ജാൻമുനീനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് അഭിഷേക് ശ്രീകുമാർ. പക്ഷേ അത് കഴിഞ്ഞ് 3rd day നോക്കുമ്പോൾ ജാൻമുനി ഭയങ്കര കമ്പനി അഭിഷേക് ശ്രീകുമാർ. ഞാൻ അവിടെ നിന്ന് ഔട്ടായി പോയത്. അപ്പോൾ ഇത് പറഞ്ഞ ആളായിട്ടും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര മെൻ്റലി ഭയങ്കര ഇത് ഫീലിങ്സ് ആയി. ലൈക്ക് ഞാനാണോ തെറ്റ് ചെയ്യുന്നത്, ഞാനാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല തിരിച്ച്. അപ്പോൾ പിന്നെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാവരും ഒരു കോർണർ ചെയ്യുന്ന പോലെ എനിക്കതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ഇഷ്യൂ, ഇപ്പം നന്ദനയായിട്ടൊരു ഫൈറ്റ് വരുമ്പോഴാണെങ്കിലും ഞാൻ അവിടെ ഇരിക്കുന്നു, നന്ദനേനെ കൊണ്ട് സിബിനും സായും ഒക്കെ പോയിട്ട് അവൾക്ക് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരു കോർണേർഡ് ആയിട്ടുള്ള ഫീലിംഗ് വന്നപ്പോൾ ഇമോഷണലി ഭയങ്കര അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നി. അഭിഷേക് ശ്രീകുമാറും അതുപോലെ ജാൻമണിയും കൂടെ ഒരു കണക്റ്റഡ് ആയെന്ന് പറഞ്ഞല്ലോ. അത് ജാൻമണീനെ അഭിഷേക് ശ്രീകുമാർ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരുന്ന ആൾക്കാരോടാണ് എനിക്ക് എതിർപ്പ്, അതല്ലാതെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആ ഒരു എതിർപ്പില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളിക്ക് അത് അറിയാമെങ്കിൽ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി അങ്ങനെ പറയരുതായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇതേ ജാൻമുനിനെ ആള് നോമിനേറ്റ് ചെയ്ത റീസൺ ഇതുപോലൊരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്നു എന്നാണ്. അതെ, അതൊരു ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നിയില്ലേ? ഒബ്വിയസ്ലി ആയിരിക്കാം. കാരണം ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഡേ തൊട്ട് എല്ലാവരും അത് എതിർത്തപ്പോൾ മാറ്റിയിട്ട് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനോടാണെന്ന്. പക്ഷെ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, കുട്ടികളെയും സ്ത്രീകളെയും എങ്ങനെ നശിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരാളാണ് ജാൻമുനി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ജാൻമുനിക്ക് ജാൻമുനി ഭയങ്കര പ്യുവർ ഹാർട്ട് ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ആൾക്കത് മനസ്സിലാവുന്നില്ല. ആൾ പിന്നെയും അതിൽ വീണ് പോയി. പിന്നെ അവരൊരു ടീമായപ്പോൾ പിന്നെ ആസ് എ പേഴ്സൺ അഭിഷേക് ശ്രീകുമാർ ആക്ച്വലി ഒരു നല്ല ആളാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആൾ ബിഹേവ് ചെയ്യുന്നതും കുറച്ച് കെയറിങ് ആയിട്ടുള്ള ഒരു നേച്ചർ തന്നെയാണ് ആളുടെ. അപ്പം മേ ബി അത് കണ്ടിട്ട് ജാൻമുനി ഈവൻ എനിക്കും അഭിഷേക് ശ്രീകുമാറിനെ ആസ് എ പേഴ്സൺ അതിൽ ഇഷ്ടമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ജാൻമുനി മേ ബി ആളുടെ കൂടുതൽ ക്ലോസ് ആയതായിരിക്കും ഒരു ടീമിൽ വന്നപ്പോഴും. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ജാൻമുനി പലയിടത്തും മറന്നുപോയി എന്ന് മാത്രം. പിന്നെ ജാൻമണി ആണെങ്കിലും നമ്മള് കുറെ കേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, ഫിറാക്കിനെ പറ്റി അതും ആ ഒരു ഭയങ്കര ദേഷ്യം വരുമ്പോൾ ജാൻമുനിയുടെ കയ്യിൽ നിന്ന് പോണതാണ്. മേ ബി ആളത്ര മീൻ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവര് അത് പറയുമ്പോൾ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഇങ്ങനെ പറയുന്നവരാണ് എന്നുള്ളൊരു ടോക്ക് ആണ് പുറത്ത് പെടും. അതുകൊണ്ടുള്ളൊരു ഭയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം അവരത് കറക്റ്റ് ചെയ്യാനുള്ള സമയത്ത് അവരത് സോറി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയില്ല ഇനി പുറത്ത് വന്ന് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ അത് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് അപ്പോളജൈസ് ചെയ്യട്ടെ.
ഫെയർ ആണെന്ന് വെച്ചാൽ ഇത് ഒരു വോട്ടിംഗ് സിസ്റ്റം ആണല്ലോ, നമുക്കറിയില്ല ആർക്കാണ് വോട്ട് കൂടുതലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ട് പലരും അൺഫെയർ എന്ന് പറയുമ്പോഴാണ് എനിക്ക് തന്നെ അറിയുന്നത്. അപ്പം എനിക്കറിയില്ല, അവർ ബിഗ് ബോസ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിക്റ്റായി പോയപ്പോൾ അവർ പറഞ്ഞ അഭിഷേക് അവസാനത്തുനിന്ന് 4ാമത്തെ പൊസിഷനിലായിരുന്നു എന്നാണ് അതിലൊരു പയ്യൻ പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് ഫ്രൈഡേ ആണ് എൻ്റെ വോട്ട് മൊത്തം കുറഞ്ഞ് ഡൗണിലേക്ക്, പെട്ടെന്നാണ് ഫ്രൈഡേ ഡൗണിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. അപ്പം പക്ഷേ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് ഫ്രൈഡേ ആണ് ഞാൻ മറ്റേ ജാസ്മിൻ്റെ സാരി തുമ്പ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വോട്ട് എല്ലാവരും ചെയ്ത ദിവസം ഫ്രൈഡേ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എനിക്കൊരു കോൺട്രഡിക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സത്യാവസ്ഥ എന്താണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ, ഏഷ്യാനെറ്റിന് അറിയുള്ളൂ. ഇപ്പൊ ജാസ്മിന്റെ സാരി തുമ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതിനോട് ഇപ്പോൾ യോജിക്കുന്നുണ്ട്. ആണോ? അത് സാരി തുമ്പ് എന്ന് പറയുന്നത് അത് ലിറ്ററലി സാരിയുടെ തുമ്പ് എന്നല്ല, അതിന്റെ മീനിങ് ഈസ് ലൈക്ക് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജാസ്മിൻ എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അത് ഒബ്വിയസ്ലി ആണല്ലോ, ആ ഷോ കണ്ട് അത് ഗബ്രി തന്നെ പറയുന്നുണ്ട്, ഈ ഷോ ചൂസ് ചെയ്യാനോ അതോ എൻ്റെ ലവ് ജാസ്മിനെ ചൂസ് ചെയ്യാനോ പറഞ്ഞാൽ ഞാൻ ജാസ്മിനെ ചൂസ് ചെയ്യുന്നു പറഞ്ഞൊരു വീഡിയോ നമുക്ക് കാണിച്ചിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. പിന്നെ രണ്ടുപേരും എല്ലാ കാര്യങ്ങളിലും ഒരാൾ പറയുന്നതിനെ ഏറ്റുപിടിക്കാൻ ആണ്. ഇപ്പൊ ജാസ്മിൻ ജയിലിൽ പോയതിനെ തുടർന്നാണല്ലോ അന്ന് ഗബ്രിയുടെ ഒരു ഫൈറ്റും എല്ലാം വരുന്നത്. ഒബ്വിയസ്ലി രണ്ടുപേരും ഡിപ്പെൻഡൻ്റ് ആണ്, വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ്. പാരന്റ്സിനോട് ഐഡന്റിറ്റി ഓപ്പൺ അപ്പ് ചെയ്യുന്നതിന് മുന്നേയും അതിനുശേഷം പാരന്റ്സ് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് അത് രണ്ട് ലൈഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യും. പാരൻസ് അറിയുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ടിലും ഇപ്പം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഡിഫറൻസ് അല്ലാതെ അവർ എന്നോടുള്ള സമീപനത്തിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. അവർ ഇപ്പോൾ കൂടുതലായാലും ഇതിനെക്കുറിച്ച്